മൃഗജീവികളുടെയും ഇവിടത്തെ മൃഗോദരന്മാരുടെയും ശ്രദ്ധയ്ക്ക് ഒരു സാധാരണക്കാരനെ രക്ഷിക്കാൻ ഒരു പാർട്ടിക്ക് കഴിയില്ല. അവന്റെ സമുദായത്തിന് മാത്രമേ കഴിയൂ. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിത്തുകാലകളുടെ വികാരപരമായ ആവശ്യങ്ങൾ സംരക്ഷിച്ചിട്ടാൽ മാത്രമേ വിദേശ ഡോക്ടർ എന്താ ഭൂമിക്ക് തന്നയച്ചതാ. ഞാൻ പോട്ടെ. അതുകൊണ്ട് ഈ സമരം കാൽനടയായി കണിച്ചുകുളങ്കര വഴി സെക്രട്ടേറിയറ്റിലേക്ക്. ചലോ ചലോ സെക്രട്ടേറിയറ്റ്. ഈ നാട്ടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. കാവിലെ തെയ്യത്തിന്റെ അന്ന് രാത്രി ഞാൻ ഒരുങ്ങി വരും. കൈവിടരുത്. ചലോ ചലോ സെക്രട്ടേറിയറ്റ്. ചലത്തെ ചലത്തെ സെക്രട്ടേറിയറ്റ് ചലത്തെ. ഈ നാട്ടിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണം. കാവിലെ തെയ്യത്തിന്റെ അന്ന് രാത്രി ഞാൻ ഒരുങ്ങി വരും. കൈവെടിയരുത്. ചില സാങ്കേതിക തകരാറ് മൂലം എന്റെ സെക്രട്ടേറിയറ്റ് യാത്ര കാവിലെ തെയ്യം കഴിയുന്നവരെ മാറ്റിവെച്ചതായി ഞാൻ അസന്നിഗ്ധമായി അറിയിച്ചുകൊള്ളുകയാണ്. ജയ് കാവിലമ്മ. ഒൻപത് മണിയെന്നല്ലേ പറഞ്ഞത്? ആരുടെയും കണ്ണിപ്പെടാതെ രക്ഷപ്പെടണം. കാവിലമ്മ കൂട്ടിനുണ്ടാവും. കാവിലേക്ക് തന്നല്ലേ? എന്തേ വല്ലാത്തൊരു ഒരുക്കം. കോലം അഴിക്കുന്നതിന് മുമ്പെങ്കിലും കാവിലെത്തണം. പാടി. വൈദ്യരെ, ഞാനിപ്പോ വന്നിരിക്കുന്നത് ഒരു ശത്രുവായിട്ടല്ല, മിത്രമായിട്ടാ. ഇനി ഒരിക്കലും എന്റെ ശല്യം വൈദ്യരക്കുണ്ടാവില്ല. ഒളിച്ചോട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷെ ചില കാര്യങ്ങൾക്ക് അത് കൂടിയേ തീരൂ. ഒളിച്ചോട്ടോ? ഇവിടെ ആരും വരില്ല. കുറുമ്പനാ? അതേത് കുറുമ്പൻ? ഇതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. വേണ്ട. എന്താ ഇത്? കള്ളൻ. ആരോടെ ഇവിടെ സംസാരിക്കണത്? പുറകെ പോയി നോക്കാം. അണിയാത്ത വളകൾ ഇതുകൊണ്ട് മിന്നിപ്പിച്ചേക്കണേ. ആരുമില്ല. വേലു ഇവിടുന്നു ചേട്ടൻ പോയിട്ട് ചേച്ചിയായിട്ട് വേഗം വരാട്ടാ. വേലുല്ലേ? ബാൽക്കണിയിൽ ആളുണ്ട്. ഇതെന്താ ഇപ്പൊ ആദിരാത്രിയിലെ തേന്മാവിൻ കൊമ്പത്ത്? അതെ, ചക്ക പഴുത്താന്ന് നോക്കാൻ വേണ്ടി കയറിയതാ. മാവിലല്ലേ? പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റിൽ ഏതൊരു തെണ്ടി അകത്ത് കയറിയിരിക്ക. ഞാൻ ഈ ഹൈക്കമാൻഡിൽ കയറി ഒന്ന് നിരീക്ഷണം നടത്താന്ന് കരുതി. നീ എന്താ ഇവിടെ? ഞാൻ ചിട്ടി പിടിക്കാൻ വന്നതാ. തെയ്യം പ്രമാണിച്ചകത്ത് നറുക്കെടുപ്പ് നടക്കുക. ആണോ? ആ ഭാഗ്യവാൻ ആരാണോ? ഞാനാണ് ആ ഭാഗ്യവാൻ. ചുവന്ന പട്ട് സാരി ഉടുത്ത് വെള്ള മുല്ലപ്പൂ ചൂടി രത്നക്കല്ല് പതിച്ച സ്വർണ്ണമാല അണിഞ്ഞ എന്റെ രത്നത്തിന്റെ ചുമലിൽ ചേർന്ന് ഇരിക്കുമ്പോ നിന്റെ കെട്ടിയോൻ ആ കാലമാറിനാകാൻ എപ്പ കയറി വരുവോ? അതിന് ചേട്ടൻ ഇപ്പൊ വിയൂർ ജയിലല്ലേ? ഓ, അയാള് ജയിൽ ഇടിഞ്ഞാലും പുറത്തിറങ്ങാതിരുന്നെങ്കിൽ നീ എത്ര ധന്യായാലേ. ഞാനും കാള ഓച്ചിറ കാള. ഞാൻ വന്നു, വാതിൽ തുറക്ക്. അവൻ എന്നെ കണ്ടാ നമ്മളെ എല്ലാ രഹസ്യവും പൊളിയും. ഞാനിപ്പോ എവിടെ ഒന്ന് ഒളിക്കുക.
അയ്യോ എന്താ വരുന്നു? എനിക്ക് തീർച്ചയായി വേഗം തുറക്ക്, നിന്റെ വേലു കൊണ്ടനാ. അത് കാളേന്ന്. ഇപ്പൊ പുറപ്പെട്ട നേരം വെളുക്കുന്നതിനും പോച്ചിറെത്താം. ഓച്ചിറയോ? രത്നം, നിനക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു വന്നവനാ ഞാൻ. ഒടുവിൽ കാലം മാറരുത്. എന്റെ അമ്മോ, ദേ വരുന്നു പുതിയ ചിട്ടിക്കാരൻ. ഇവള് ചിട്ടിയല്ല, ബാങ്കാ. ഇത് സാധാരണ ബാങ്കല്ല, സഹകരണ ബാങ്കാ. 3 പേരെ കൊന്നിട്ട് ജയിലിൽ പോയി തിരിച്ചു വരുന്നുള്ള ഭർത്താവ് പിടിച്ചിരുന്നു. ചേട്ടൻ ജയിലിൽ ചാടി. ചാടിയോ? നീയോ? നീയോ? മിണ്ടണ്ട, തർക്കം വേണ്ട. ഇപ്പൊ നമുക്ക് രക്ഷപ്പെടണം. എന്റെ ഈശ്വര, ചേട്ടന്റെ കണ്ണിപ്പെട്ട വെട്ടിക്കൊല്ലും. ഇതും കൊണ്ട് രക്ഷപ്പെട്ടോളൂ. അയാളെ കൊന്നിട്ടോ? അല്ല, പിന്നെ നിങ്ങൾ ഇയാളെ വെട്ടിക്കൊല്ലാൻ വന്നപ്പോ ഇങ്ങോട്ട് ഓടി കയറിയതാന്ന് ഞാൻ പറഞ്ഞോളാം. ആ മെലിഞ്ഞ പാവത്തിനെ കൊല്ലാൻ വന്നപ്പോ ഇങ്ങോട്ട് ഓടി കയറിയതാ. ഇനി മുകളിലുള്ളവൻ കാക്കണം. വേലു ആദ്യം കൊല്ലാൻ ഓടിച്ചിട്ടത് പറഞ്ഞു. ഇവന് പേടിച്ചിട്ട് മരത്തിന്റെ മുകളിൽ കയറി ഒളിച്ചതാ. ഭക്ഷിയിരിക്കട്ടോളം പൈതലേ, നല്ലവണ്ണം ഭജിച്ചോ കേട്ടോ, നല്ലതേ വരൂ.